ഹായ് നമസ്കാരം. നമ്മൾ ആരും അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഓരോ സെക്കൻഡിലും ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? നമ്മളെ ആരോഗ്യത്തോടെ നിർത്താൻ വേണ്ടി പോരാടുന്ന ഒരു അദൃശ്യ സൈന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചുറ്റും ഈ വായുവിൽ പോലും ലക്ഷക്കണക്കിന് രോഗാണുക്കളുണ്ട്. എന്നിട്ടും മിക്കപ്പോഴും നമ്മൾ അസുഖമൊന്നുമില്ലാതെ എങ്ങനെയാണിങ്ങനെ നടക്കുന്നത്? എന്തായിരിക്കും അതിന് കാരണം? അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ പ്രതിരോധശേഷി. രോഗാണുക്കൾ ഉള്ളിൽ കടക്കാതെ നോക്കാനും ഇനി അഥവാ എങ്ങാനും അകത്ത് കയറിയാൽ അവയെ കണ്ടെത്തി നശിപ്പിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോ ഈയൊരു പ്രതിരോധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ യുദ്ധക്കളം ഒന്ന് മനസ്സിലാക്കും. പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രതിരോധം അതിൽ ഏതൊക്കെയാണെന്ന് നോക്കും. ശത്രുക്കൾ ഉള്ളിൽ കടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കാണും. നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സിനെ പരിചയപ്പെടും. അവസാനം ഈ സൈന്യത്തെ എങ്ങനെ ട്രെയിൻ ചെയ്യാമെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ സൈന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഈ യുദ്ധം നടക്കുന്ന കളവും അവിടത്തെ പ്രധാന കളിക്കാരെയും നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ സൈന്യം എന്തിനെയാണ് ശരിക്കും സംരക്ഷിക്കുന്നത്? ആരോഗ്യത്തെ അല്ലേ? പക്ഷേ എന്താണ് ആരോഗ്യം? ലോകാരോഗ്യ സംഘടന പറയുന്നത് വെറുതെ അസുഖമില്ലാതിരിക്കുന്നതല്ല ആരോഗ്യം, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും പൂർണ്ണമായി ഒരു സുഖാവസ്ഥയിലിരിക്കുന്നതിനെയാണ് ആരോഗ്യമെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് നോക്കാം. ഈ ആരോഗ്യത്തെയും സമാധാനത്തെയും തകർക്കാൻ വരുന്നവരാണ് പാത്തോജനുകൾ അഥവാ രോഗാണുക്കൾ. വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇവർ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്ന് വരുന്ന നമ്മുടെ പ്രതിരോധ സിസ്റ്റത്തിനെ ഹലോ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഉണർത്തുന്ന എന്തിനേയും നമുക്ക് ആന്റിജൻ എന്ന് വിളിക്കാം. ഇത് ചിലപ്പോൾ ഒരു രോഗാണുവായിരിക്കാം, അല്ലെങ്കിൽ പൊടിയോ പൂമ്പൊടിയോ പോലുള്ള സാധാരണ സാധനങ്ങളുമാകാം. അതാണ് ചിലർക്ക് അലർജിയൊക്കെ വരുന്നത്. ശരി, അപ്പോൾ കളിക്കാരെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് പ്രതിരോധത്തിന്റെ ആദ്യത്തെ നിരയിലേക്ക് കടക്കാം. ഇതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അഥവാ സഹജമായ പ്രതിരോധശേഷി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജന്മന കിട്ടുന്ന ഡിഫൻസ് സിസ്റ്റം. ഇതൊരു കോട്ടയാണെന്ന് സങ്കൽപ്പിക്കൂ. ആ കോട്ടയ്ക്ക് വലിയ മതിലുകളും ചുറ്റും കിടങ്ങുകളുമൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. രോഗാണുക്കൾക്ക് അത്ര പെട്ടെന്നൊന്നും ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫിസിക്കൽ, കെമിക്കൽ മതിലുകൾ നമുക്കുണ്ട്. ഇനി ഈ മതിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ശരിക്കും അത്ഭുതം തോന്നും. നമ്മുടെ തൊലി തന്നെ ഒരു വലിയ മതിലാണ്. അതിലെ വീർപ്പും സെബവും രോഗാണുക്കളെ തടയും. നമ്മുടെ ഉമിനീരിലും കണ്ണുനീരിലുമൊക്കെയുള്ള ലൈസോസൈം എന്ന എൻസൈം ബാക്ടീരിയകളെ നശിപ്പിക്കും. വയറ്റിലെത്തിയാലോ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് കാത്തിരിപ്പുണ്ട്. ശ്വാസനാളത്തിലെ സീലിയ, പിന്നെ നമ്മുടെ മൂക്കിലും തൊണ്ടയിലുമൊക്കെയുള്ള ശ്ലേഷ്മം, ഇതൊക്കെ ശരിക്കൊരു ആർമി പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എപ്പോഴും ഈ മതിലുകൾക്ക് ശത്രുക്കളെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഇല്ല. കയ്യിലൊരു മുറിവ് പറ്റിയാൽ മതി, ആ മതിൽ തകർന്നു. അപ്പോഴെന്ത് സംഭവിക്കും? കോട്ടയുടെ മതിൽ തകർന്നാൽ സൈറൻ മുഴങ്ങുന്നതുപോലെ നമ്മുടെ ശരീരത്തിലും ഒരു അപായ സൂചന മുഴങ്ങും. അതോടെ പ്രതിരോധത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. ഇവരാണ് നമ്മുടെ സൈന്യത്തിലെ കാലാൽപ്പട. നമ്മുടെ ശ്വേതരക്താണുക്കൾ. ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ, അങ്ങനെ കുറേ പേരുണ്ട്. ശത്രുക്കൾ ഉള്ളിൽ കടന്നുവെന്ന് കണ്ടാൽ ഇവർ കൂട്ടമായി അങ്ങോട്ട് പാഞ്ഞെത്തും. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങും, ഈസിനോഫിൽ പരാതങ്ങളെ നശിപ്പിക്കും, മോണോസൈറ്റ് അന്യവസ്തുക്കളെ അകത്താക്കും. അങ്ങനെ ഒരു സംഘടിത ആക്രമണം. ഈ പ്രോസസ്സിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വിഴുങ്ങി നശിപ്പിക്കുക. ഈ ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളുമൊക്കെ ശത്രുവിനെ വളഞ്ഞിട്ടങ്ങ് വിഴുങ്ങിക്കളയും, എന്നിട്ട് ദഹിപ്പിക്കും. സിമ്പിൾ. നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റുമ്പോൾ ആ ഭാഗം ചുവന്ന് ഒന്ന് വീർത്ത് ഒരു ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടാറില്ലേ? അത് പേടിക്കേണ്ട കാര്യമല്ല. അത് നമ്മുടെ ശരീരം യുദ്ധം ചെയ്യുന്നതിന്റെ ലക്ഷണമാണ്. കൂടുതൽ രക്തവും അതിലൂടെ കൂടുതൽ ശ്വേതരക്താണുക്കളെയും ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി രക്തക്കുഴലുകൾ വലുതാവുന്നതാണ് ഈ കാണുന്ന ചുവപ്പും വീക്കവുമൊക്കെ. പനിയും ഇതുപോലൊരു ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മൾ പനിയെ ഒരു ശത്രുവായിട്ടാണ് കാണാറല്ലേ? പക്ഷെ സത്യത്തിൽ ശരീരം അതിന്റെ താപനില കൂട്ടി രോഗാണുക്കൾക്ക് വളരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം ചൂട് കൂടുമ്പോൾ നമ്മുടെ ഫാഗോസൈറ്റുകൾ കൂടുതൽ ഉഷാറാവുകയും ചെയ്യും. അപ്പോൾ പനി ശരിക്കും നമ്മുടെ ഒരു സുഹൃത്താണ്. ഇനി ആ കോട്ടയുടെ മതിലിലുണ്ടായത് വിള്ളലടയ്ക്കണ്ടേ? അതിനാണ് രക്തം കട്ടപിടിക്കുന്നത്. പ്ലേറ്റ്ലെറ്റുകളും മറ്റു പ്രോട്ടീനുകളും ചേർന്ന് ഒരു വല പോലെ ആ മുറിവടയ്ക്കും. അതോടെ പുതിയ ശത്രുക്കൾക്ക് ഉള്ളിലേക്ക് വരാനുള്ള വഴിയും അടഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഒരു നോൺ സ്പെസിഫിക് ഡിഫൻസാണ്. അതായത് വരുന്ന ശത്രു ആരാണെന്നൊന്നും നോക്കില്ല, എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സാണ്. ഓരോ ശത്രുവിനെയും പേരെടുത്ത് വിളിച്ച് കൃത്യമായി ലക്ഷ്യം വച്ച് ആക്രമിക്കുന്ന നമ്മുടെ എലീറ്റ് കാർഡുകൾ.
ലിംഫോസൈറ്റുകൾ എന്നാണ് ഇവരുടെ പേര്. പ്രധാനമായും 2 ടീമുണ്ട്: ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും. ഇതിൽ ടി സെല്ലുകൾ നമ്മുടെ ഇൻഫെക്ഷൻ വന്ന കോശങ്ങളെയും ക്യാൻസർ സെല്ലുകളെയുമൊക്കെ നേരിട്ട് പോയി നശിപ്പിക്കും. ബി സെല്ലുകൾ കുറച്ചുകൂടി സ്മാർട്ടാണ്. അവർ ആന്റിബോഡികൾ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ ഉണ്ടാക്കും. ഓരോ തരം ശത്രുവിനും ഓരോ തരം താക്കോൽ എന്നതുപോലെ ഓരോ ആന്റിജനും സ്പെസിഫിക്കായ ആന്റിബോഡികളാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കിടിലൻ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്കൊരു ശത്രുവിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ആ ശത്രുവിനെ ഒന്ന് പരിചയപ്പെടണം. അതായത് ആദ്യം അസുഖം വരണം. അപ്പോൾ അസുഖം വരാതെ തന്നെ ഒരു യുദ്ധം ഒഴിവാക്കി തന്നെ നമ്മുടെ ഈ സൈന്യത്തെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം? അതിന്റെ ഉത്തരമാണ് വാക്സിനേഷൻ. എഡ്വേർഡ് ജെന്നർ എന്നൊരാളാണ് ഇതിന് തുടക്കമിട്ടത്. പണ്ട് ഗോവസൂരി വന്ന ആളുകൾക്ക് മാരകമായ വസൂരി വരുന്നില്ല എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൽ നിന്നാണ് ഒരു രോഗത്തിന്റെ ദുർബലമായ രൂപം ഉപയോഗിച്ച് വലിയ രോഗത്തെ തടയാം എന്ന ആശയം വരുന്നത്. ഇന്നത്തെ വാക്സിനുകളുടെ എല്ലാം തുടക്കം അവിടെയായിരുന്നു. അപ്പോൾ എന്താണ് ഈ വാക്സിനേഷൻ അഥവാ ഇമ്മ്യൂണൈസേഷൻ? ഇത് ശരിക്കും നമ്മുടെ സൈന്യത്തിന് കൊടുക്കുന്ന ഒരു പരിശീലനമാണ്. രോഗമുണ്ടാക്കാൻ കഴിവില്ലാത്ത, നിർജീവമായതോ ദുർബലമാക്കിയതോ ആയ രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സ് വന്ന് ഇവരെ പഠിക്കും. ഇവരുടെ ഫോട്ടോ എടുത്ത് മെമ്മറിയിൽ സൂക്ഷിക്കും. പിന്നീട് യഥാർത്ഥ ശത്രു വരുമ്പോൾ ആഹാ, ഇവനെ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ആക്രമിക്കും. പലതരം വാക്സിനുകളുണ്ട്. ഉദാഹരണത്തിന് MMR വാക്സിനിൽ ദുർബലമാക്കിയ വൈറസുകളാണുള്ളത്. പോളിയോ വാക്സിനിൽ നിർജീവമായ വൈറസുകളും. HPV, COVID-19 വാക്സിനുകളിലൊക്കെ രോഗാണുവിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. രീതികൾ പലതാണെങ്കിലും ലക്ഷ്യം ഒന്നു മാത്രം: നമ്മുടെ സൈന്യത്തിന് ശത്രുവിനെ മുൻകൂട്ടി പരിചയപ്പെടുത്തി കൊടുക്കുക, അവരെ എപ്പോഴും തയ്യാറാക്കി നിർത്തുക. അപ്പോൾ നമ്മുടെ ഈ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണല്ലേ? പക്ഷേ അത് പെർഫെക്റ്റ് ഒന്നുമല്ല. അതിനും ചിലപ്പോൾ തെറ്റുകൾ പറ്റാം, അതിനും ചിലപ്പോൾ സഹായം വേണ്ടിവരും. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഈ അത്ഭുത സൈന്യത്തെ സഹായിക്കുന്നതിൽ ശാസ്ത്രത്തിന്റെ അടുത്ത വലിയ ചുവടുവയ്പ് എന്തായിരിക്കും? അതൊരു വലിയ ചോദ്യമാണല്ലേ?